നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിച്ചു. പൊള്ളാച്ചിയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസുകൾ രാവിലെ 9:15 പെരിന്തൽമണ്ണ പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. തുടർന്ന് സ്കൂൾ വളപ്പിൽ പൊതുദർശനം ആരംഭിച്ചു. ശേഷം മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകും. നാടിന്റെ പ്രിയപ്പെട്ടവർക്ക് വിട നൽകാൻ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും നാട്ടുകാരും സ്കൂൾ വളപ്പിലേക്ക് ഒഴുകിയെത്തുകയാണ്. പുലർച്ചെ 4 മണിയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി പൊള്ളാച്ചിയിൽ നിന്ന് പോലീസ് അകമ്പടിയോടെയാണ് പെരിന്തൽമണ്ണയിലെത്തിച്ചത്. മരിച്ച എല്ലാവരുടെയും സംസ്കാരം ഉച്ചയ്ക്ക് മുൻപായി പൂർത്തിയാക്കും. മന്ത്രി വി ശിവൻകുട്ടി, പി കെ കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ സ്കൂളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകുന്നേരം 5:15 വാൽപ്പാറ ചുരം റോഡിൽ 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13-ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് മരിച്ചത്. 13 പേരാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 4 പേർക്കാണ് പരിക്കേറ്റത്. ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പുന്നേർകുളം സ്വദേശി മരിച്ചു. KSEB സബ് ഡിവിഷന് സമീപം താമസിക്കുന്ന കൊട്ടാരം പാട്ടയിൽ 31 വയസ്സുള്ള ഷമീറാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച കേച്ചേരി വേലൂരിൽ വെച്ചായിരുന്നു അപകടം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. പോലീസ് നടപടികൾക്ക് ശേഷം അണ്ടത്തോട് ജുമാ അത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തും. ഹുസൈൻ മിസ്രിയ ദമ്പതികളുടെ മകനാണ് ഷമീർ. ഫാത്തിമ ഷെറിൻ ഭാര്യയും ഷമാസ് മകനുമാണ്. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം മുൻ സെക്രട്ടറി അമീർ ഹുസൈൻ സഹോദരനാണ്. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് ആരംഭിച്ചു. തുടർച്ചയായി 9-ാം വർഷമാണ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. വേലൂർ ഗവൺമെന്റ് രാജാസ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രമുഖ ഗാന്ധിയൻ ഗിരീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നൃത്ത സംഗീത അധ്യാപിക തിലോത്തമ അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പൽ S കവിത, പ്രധാന അധ്യാപിക രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിൻസി സേവ്യർ സ്വാഗതവും PS ശ്രീലക്ഷ്മി നന്ദിയും പറഞ്ഞു. 18 മുതൽ 22 വരെ 5 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. എപ്പോഴും എൻ്റെ ഉള്ളിൽ വരുന്നൊരു വാചകമുണ്ട്, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. ഇന്ന് തന്നെ വായിക്കണമെന്നൊന്നുമില്ല. സമയം കിട്ടുമ്പോൾ കുട്ടികൾക്കും വായിക്കാം. ആ പുസ്തകം 3 തവണ വായിക്കണം എന്നാണ് പറഞ്ഞത്. ആ പുസ്തകം 3 തവണ വായിക്കണം എന്നാണ് പറഞ്ഞത്. 3 തവണ അടുപ്പിച്ച് 3 തവണ വായിക്കുക എന്നല്ല പറഞ്ഞത്. ഞാൻ പറയണത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? 3 തവണ വായിക്കണം എന്നാണ് പറഞ്ഞത്. ഒന്ന് കുട്ടിയായിരിക്കുമ്പോൾ വായിക്കണം, മറ്റൊന്ന് യുവാവായിരിക്കുമ്പോൾ വായിക്കണം, പിന്നെ ഒന്ന് എന്നെപ്പോലെ വൃദ്ധനാകുമ്പോൾ വായിക്കണം. കൊച്ചു രാജകുമാരൻ അല്ലെങ്കിൽ ലിറ്റിൽ പ്രിൻസ് അറിഞ്ഞ ഒരു പുസ്തകം. CPM പരാജയഭീതി മൂലം അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ആരോപിച്ചു. ചാലിശ്ശേരി മൈലാടിക്കുന്ന് പ്രദേശത്ത് UDFന്റെ പ്രചരണ ഫ്ലക്സ് ബോർഡുകൾ രാത്രിയിൽ മറവാക്കിക്കൊണ്ട് കളവ് പോകുകയും നശിപ്പിക്കുകയും ചെയ്തതിനെതിരെ ചാലിശ്ശേരി മണ്ഡലം UDF കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4-ാം തവണയും തുടർച്ചയായി ചാലിശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ വിജയക്കുതിപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കോളിളക്ക് പ്രചാരണം കണ്ടിട്ടും വിരളിപൂണ്ട CPM അതിരുവിട്ട അക്രമങ്ങൾ അഴിച്ചുവിട്ട് ജനാധിപത്യത്തെ അവഹേളിക്കുകയാണെന്നും CV ബാലചന്ദ്രൻ പറഞ്ഞു. UDF മണ്ഡലം ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ അധ്യക്ഷത വഹിച്ചു. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറി K ബാബുനാസർ, UDF ചാലിശ്ശേരി മണ്ഡലം കൺവീനർ റസാഖ് പുളിയഞ്ഞാലിൽ, മുഹമ്മദ് അലി ആനപ്പറമ്പിൽ, റോബർട്ട് തമ്പി, PA യൂസഫ്, PA നൌഷാദ്, KVK മൊയ്തു, സലിം ചാലിശ്ശേരി, സജീഷ് കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി മൈലാടിക്കുന്ന് പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് തലേന്ന് പാതിരാത്രിയിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് ഫ്രെയിമും കാലുകളും അടക്കം കളവു പോവുകയും 3 ഫ്ലക്സ് ബോർഡുകൾ കീറി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ UDF ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. 19-ാം തീയതി വരെ കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന്
തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇന്നു മുതൽ ഞായറാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചരമം. ഗുരുവായൂർ കേശവന്റെ പാപ്പാനായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച മൂക്കുതല നാരായണൻ നായർ നിര്യാതനായി. 93 വയസ്സായിരുന്നു. മൂക്കുതല കോടങ്കണ്ടത്ത് രാവുണ്ണി നായരുടെ മകനായ നാരായണൻ നായർ ഗുരുവായൂർ ദേവസ്വം മുൻ ആനപ്പാപ്പാനായിരുന്നു. മൂക്കുതല ഏരക്കര മനയ്ക്ക് സമീപം താമസിച്ചിരുന്ന അദ്ദേഹം ഗുരുവായൂർ കേശവന്റെ പാപ്പാന്മാരിൽ ജീവിച്ചിരുന്ന പ്രമുഖരിൽ ഒരാളായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. പരേതയായ നാരായണിയമ്മ ഭാര്യയും ശാന്ത പ്രസന്ന, ഇന്ദിര, ഉണ്ണികൃഷ്ണൻ, സിന്ധു എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.